ഏവർക്കും അഞ്ചാലുമൂടി ലൈവിന്റെ ഹൃദയം നിറഞ്ഞ 1000 പൊന്നോണ ആശംസകൾ. ഇന്ന് നമുക്കൊരു ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. നമുക്കൊരു അതിഥി അദ്ദേഹം ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ പ്രൊഫൈൽ ഒന്ന് കാണാം. അഷ്ടമുടി കായലിന്റെ തീരത്ത് ചെമ്മക്കാടിന്റെ മണ്ണിൽ പിറന്ന ഒരു കലാസ്വപ്നം കാലത്തിന്റെ കൈപിടിച്ച് മലയാള സിനിമയുടെ വെള്ളിത്തിരയിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ അതൊരു വ്യക്തിയുടെ മാത്രം നേട്ടമായിരുന്നില്ല, മറിച്ച് ഒരു നാടിനു തന്നെ അഭിമാനമായി മാറുകയായിരുന്നു. സ്കൂൾ കാലത്ത് തന്നെ മിമിക്രി വേദികളിൽ ആരംഭിച്ച അഡ്വക്കേറ്റ് ജോയി ജോൺ ആന്റണിയുടെ കലായാത്ര സർവകലാശാല യുവജനോത്സവങ്ങളിലെ വിജയങ്ങളിലൂടെ വളർന്ന് പിന്നീട് ടെലിവിഷനിലേക്കും മലയാള സിനിമയിലേക്കും പടർന്നു പന്തലിച്ചു. സമാന്തരങ്ങൾ, ലോലിപോപ്പ്, കുരുക്ഷേത്ര, പുതിയ മുഖം, ഹീറോ, പത്താം വളവ്, മഹേഷും മാരുതിയും, ഉമ്മസ്തൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ 3 പതിറ്റാണ്ടിനടുത്ത് അദ്ദേഹം തന്റെ കലാസാന്നിധ്യം അടയാളപ്പെടുത്തി. കലയുടെ സർഗാത്മകതയ്ക്കൊപ്പം നിയമത്തിന്റെ ഗൗരവവും ചേർത്ത് പിടിച്ച് കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായും അദ്ദേഹം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. കാലം എത്ര ദൂരെ കൊണ്ടുപോയാലും സ്വന്തം നാടായ അഞ്ചാലുമൂടിന്റെയും ചെമ്മക്കാടിന്റെയും പേര് അഭിമാനത്തോടെ ചേർത്ത് പിടിച്ച പ്രിയപ്പെട്ട കലാകാരൻ, അതെ, അഡ്വക്കേറ്റ് ജോയി ജോൺ ആന്റണി ഇന്നത്തെ അഞ്ചാലുമൂടി ലൈവിന്റെ ഇത്തിരി നേരം പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം. ജോയ് ചേട്ടനാണ് നമ്മളുടെ അതിഥിയായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ജോയ് ചേട്ടാ, അഞ്ചാലുമൂടി ലൈവിന്റെ ഓണാശംസകൾ. തീർച്ചയായിട്ടും അങ്ങോട്ട് ഓണാശംസകൾ. എന്നെ സംബന്ധിച്ചിടത്തോളം അഞ്ചാലുമൂടും പെരിനാടും കുഴിയും പ്രാക്കളവും കാഞ്ഞാവിളിയും ഒക്കെ സ്വന്തം സ്ഥലമാണ്. എൻ്റെ ബാല്യകാലം ഏറ്റവും കൂടുതൽ ചെലവഴിച്ച സ്ഥലം അവിടെയാണ്. 27 വർഷമായിട്ട് ഞാൻ കൊച്ചിയിലോട്ട് പോയിട്ട്. അപ്പോൾ ബാക്കിയുള്ള എൻ്റെ ഓണവും എൻ്റെ ഓണ നിമിഷങ്ങളും കിടക്കുന്നത് ഇവിടെ തന്നെയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും എൻ്റെ ഓണാശംസകൾ. ചേട്ടാ, ഇപ്പോഴത്തെ എന്താണ് ഇപ്പൊ നാട്ടിലൊന്നും കാണാത്തോണ്ടായിരിക്കും, ടിവിയിലും അത് ഈ സിനിമയുടെ പിന്നണിയിലും ഒക്കെയാണെന്ന് തോന്നുന്നില്ലേ കൂടുതലും? ഞാൻ പ്രധാനമായ പരിപാടി ഇപ്പം ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ്. പിന്നെ ഓൾ കേരള ഫാമിലി കോടതി സിവിൽ കേസ് നോക്കുന്നു. പിന്നെ ഇതിനൊക്കെ നിങ്ങളെ പോലെ ഒരു മീഡിയ എനിക്കുണ്ട്. സ്വന്തം പേര് തന്നെയാണ്. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ആൾക്കാരെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ലാസ്റ്റ് കൂടെ ഇറങ്ങിയ ആഘോഷം എന്ന സിനിമയാണ്. ഇനി ഇറങ്ങാനെതിരെ ഉണ്ട്, പോയിന്റ് റേഞ്ച് ഉണ്ട്. സെപ്റ്റംബറിൽ പുതിയ സിനിമയുടെ വർക്ക് തുടങ്ങുന്നു. അങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഒരു കാലഘട്ടത്തില് നമ്മളുടെയൊക്കെ ഞാനും ചെറിയ കലാപ്രവർത്തനം ചെയ്യുന്നത്, നമ്മുടെയൊക്കെ സീനിയർ ആയിരുന്നു. അന്ന് സ്കൂൾ കോളേജ് സംസ്ഥാന തലത്തില് എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയിലും MG യൂണിവേഴ്സിറ്റിയിലും മിമിക്രിക്ക് ഫസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ ഗ്രൂമർ അങ്ങനെയുള്ള പരിപാടികൾ ഗ്രൂമിംഗ് ചെയ്തിട്ടില്ല. പിന്നെ ഞാനൊരു 23 TV ഷോസുകളിൽ അവതാരകനായിരുന്നു. ഏകദേശം ബാൽക്കണ്ണാടി, പിന്നെ കാലത്തെ ആദ്യത്തെ കോമഡി വൺ മാൻ ഷോ സ്മൈൽ പ്ലീസ്, പിന്നെ കോമഡി സ്റ്റാർ, അങ്ങനെ തുടങ്ങി പറഞ്ഞ ഒരുപാട് വേണ്ടി വരും. ഇപ്പൊ ചാനലുകളുമായിട്ടൊന്നും ഇപ്പോൾ പല സ്പെഷ്യൽ ഷോസിലൂടെ മാത്രമേ പോകുന്നുള്ളൂ. 2018 ഉർവശി തിയേറ്റേഴ്സോട് കൂടി ഞാൻ സ്ഥിരം പരിപാടികൾ അവസാനിപ്പിച്ചു. കാരണം സിനിമകൾക്ക് ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി അതിന് ശേഷമാണ് ഞാൻ ഒരു 10 സിനിമ അഭിനയിച്ചത്. 2018 ശേഷമാണ്. ഈ കൊറോണയ്ക്ക് ശേഷം എന്നൊക്കെ പറയാം. ആ സമയത്താണ് സിനിമകൾ കൂടുതൽ ചെയ്തത്. ഇപ്പോൾ സിനിമയാണ് കുറച്ചും കൂടെ ശ്രദ്ധിക്കുന്നത്. സിനിമ നടന്ന എനിക്കുള്ള ഒരു എന്താ പേരിനോട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 37 സിനിമയിൽ അഭിനയിച്ചു. പക്ഷെ ഇപ്പോഴും എന്നെ അവതാരകൻ എന്ന പേരിൽ ആൾക്കാർ അറിയുള്ളൂ. പണ്ടത്തെ സമിതിയൊക്കെ സ്വന്തമായിട്ടുള്ള സമിതി അതിവിടെ ചെമ്പക്കാട് ഉണ്ടായിരുന്നു. അത് കായംകുളം മലയാളം ഭവൻ എന്നായിരുന്നു പേര്. ഒരു അച്ഛന്റെ നേതൃത്വം തുടങ്ങിയതാണ്. കായംകുളമായിരുന്നു എന്റെ ബാനർ. അത് ഒരു 5-6 വർഷങ്ങളിൽ പ്രോഗ്രാമൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ തിരുവനന്തപുരത്തുള്ള ടീമുകളിലായിരുന്നു. പിന്നീട് ഈ എറണാകുളം ലോ കോളേജിൽ പഠിക്കാൻ പോയ ശേഷം പിന്നെ എന്റെ വാഗ്ദത്ത ഭൂമിയെ കൊച്ചിയിലെത്തി. പിന്നെ അവിടെ MG യൂണിവേഴ്സിറ്റി മിമിക്രിക്ക് ഫസ്റ്റ് കിട്ടിയ ശേഷം പിന്നീട് അവിടെയായി. നമ്മള് കാണാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരൊക്കെ ആദർശ അബി എന്നൊക്കെ പറയും. നമ്മള് വന്ന് കാസറ്റിലേ ഉള്ളൂ. അവരുമായിട്ടുള്ളൊരു ചങ്ങാത്തമൊക്കെ ആയി. ഇപ്പോൾ ഇപ്പൊ ഒഫീഷ്യലാണ്. അവരുടെ കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ നിന്നായിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ എനിക്കാണ്. മിമിക്രിക്കാരുമായിട്ടുള്ള കണക്ഷൻ എല്ലാം ആദർശൊക്കെയാണ് പ്രസിഡന്റ്. അതിന്റെ ടിനി വൈസ് പ്രസിഡന്റ്, പിഷാരടി ജോയിന്റ് സെക്രട്ടറി, പിഷാരടി വൈസ് പ്രസിഡന്റ് ആണ് എനിക്ക് തോന്നുന്നത്. 2 വൈസ് പ്രസിഡന്റുമാരാണ്. പിന്നെ സുരേഷ് വാരനാടും പ്രചോദമാണ് ജോയിന്റ് സെക്രട്ടറിമാര്. ഷാജോൺ ജനറൽ സെക്രട്ടറി. പരിപാടിയിലൊക്കെ തന്നെയാണ്. ഇപ്പോ സിനിമകളുടെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യാനുള്ള സിനിമയുടെ ഒരു പണിപ്പുരലൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പറയാൻ വേണ്ടി ആയിട്ടില്ല. അതിന്റെ ഒരു പ്രാരംഭ നടപടിയൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ അഭിനയം തന്നെ ആയിരുന്നു പ്രധാന പരിപാടി. ഇപ്പോൾ സിനിമകൾ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ശാസ്ത്രീയ പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് സമിതിയിലായിരുന്ന സമയത്ത്, സമിതി ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ ഭാഗത്തൊക്കെ പരിപാടി നടത്തിയിട്ടുണ്ട്. ചിലതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്.
പൊളിഞ്ഞാണല്ലോ നമ്മള്. തോൽവി ജയത്തിന്റെ ഒരു മുന്നോടിയാണ്. അഞ്ചാലുമൂട് അല്ലെങ്കിൽ ഈ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഒരു ഓർമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ടെലിവിഷൻ ഷോ ആദ്യം തുടങ്ങുന്നത് ഞാൻ തെന്നാലി രാമൻ എന്നൊരു സാറ്റലൈറ്റ് ഷോ തുടങ്ങുന്നത് കൈരളി ചാനലാണ് 2000-ല്. നമ്മളുടെ പിന്നെ മരിച്ചുപോയ ബാലഭാസ്കറാണ് അതിന്റെ മ്യൂസിക് ചെയ്തത്. അതിന്റെ ഫസ്റ്റ് ഷൂട്ട് നടന്നത് നമ്മുടെ പെരുമൺ വെച്ചായിരുന്നു. പെരുമൺ കായലിൽ കൂടെ ഒക്കെ എന്താ വഞ്ചിയിൽ ഓട്ട ഇട്ടിട്ട് അക്കരെ വരെ നീന്തി പോവുക അതിനുള്ള ആ സാഹസ്യ പരിപാടിയായിരുന്നു. അത് ആ ഒരു സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. അത് 250 എപ്പിസോഡുകൾ പോയി. പിന്നീട് ഭയങ്കര ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. അതായത് ഈ പങ്കെടുക്കാൻ വരുന്നവർക്കൊക്കെ അപകടത്തിൽപ്പെടുക. ഇവിടെ നമ്മുടെ ഈ അതിവിടെ വെച്ചിട്ട് തന്നെ നമ്മുടെ പാലത്തിനടുത്ത് വെച്ചിട്ട് ചൂടുള്ള പാല് കുടിക്കുന്ന ഒരാളെന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഏത് ചൂടുള്ള ചായയും കുടിക്കുന്ന പറയുന്നത്. ചായ കടയിൽ കുടിച്ച അപ്പൊ നമ്മളെ പങ്കെടുപ്പിക്കുന്ന ഒരാൾ കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോഴാണ് പുള്ളി പറയുന്നത് പുള്ളി ജീവിതത്തിൽ ഇന്നവരെ തിളപ്പിച്ച പാല് കുടിച്ചിട്ടില്ല. പക്ഷെ ഇതെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയല്ലേ, അപ്പൊ ഷൂട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. ഇയാളെടുത്ത് കുടിക്കുകയും ചെയ്തു. അതുവഴി തണുത്ത വെള്ളം കൊടുത്തു. പിന്നെ അറിയുന്നത് പുള്ളി ആശുപത്രിയിലാണെന്നാണ്. അപ്പൊ അത് ഭയങ്കര ടെൻഷൻ പിടിച്ച പരിപാടിയായിരുന്നു. അത് കാരണം അതിനൊക്കെ തന്നെ ശ്യാമസ് പ്രബോധിനി എന്ന് പറഞ്ഞ അറിയാം. അയാൾ ആദ്യമായിട്ട് ഷോയിൽ പങ്കെടുക്കുന്നത് എന്റെ പരിപാടിക്കകത്താണ്. എറണാകുളത്ത് കോതിരുത്തി പാലത്തിന്റെ മുകളിൽ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിലേക്ക് എടുത്തി ആടുന്ന ഒരു സാഹസ്യ പ്രകടനം പുള്ളി. അപ്പൊ അന്ന് ആകെയുള്ള ഒരു വഞ്ചി 2 വഞ്ചിക്കാരൻ മാത്രമാണ് വെള്ളത്തിൽ മുങ്ങിപ്പോയി പോകാറുള്ളത്. നമുക്ക് അത്ര വലിയ അറിവൊന്നുമില്ല, അറിവില്ലായ്മയുണ്ട്. പക്ഷെ അയാളെടുത്ത് ചാടി അത് ഭയങ്കര രസമായിട്ട് വിഷലൊക്കെ വന്ന് ഭയങ്കര വിജയിച്ചു. അതിനുശേഷം പുള്ളി പ്ലസ് അങ്ങനെയാണ് പുള്ളി ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടക്കാൻ തീരുമാനിക്കുകയും ആ ചാക്ക് വിട്ടിട്ട് വെള്ളത്തിൽ ഭയങ്കര ഷോക്കായി പോയി. കാരണം നമ്മളെ പരിപാടി കിടക്കാൻ വെച്ചാണെങ്കിൽ ഞാനകത്തായിരുന്നു. കാരണം സാഹസികതയുടെ വല്ലാത്ത മനുഷ്യനായിരുന്നു. അയാൾക്ക് അങ്ങൊരു ഓപ്പൺ നമ്മൾ കൊടുത്തു. പക്ഷെ ആ ഓപ്പണിങ്ങിൽ പുള്ളി കണ്ടത് വഴി അത്തരത്തിലുള്ള ഒരുപാട് ഓർമ്മകൾ ആ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഫിനാൻഷ്യലി ടെൻഷനായിട്ട് നിൽക്കുക. ഇപ്പോ ഈ സിനിമയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസര പ്രദേശമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണോ ഇങ്ങനെയുള്ള കഥ? സിനിമയുടെ ഒരു നമ്മുടെ കൊല്ലം അതിലൊരു കഥാപാത്രം കൊല്ലം ബേസ്ഡ് ആണ്. കൊല്ലവും എറണാകുളം കണക്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ബേസ്ഡ് ആണ്. അതിന്റെ വിവരങ്ങളൊന്നും പറയേണ്ടില്ല. നമ്മുടെ സെറ്റപ്പ് ആണെന്ന് പറയാൻ സിനിമയുടെ കാര്യമില്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ നാട് നമ്മുടെ കൾച്ചറൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ഭാഗ്യത്ത് ഉണ്ടാവുമല്ലോ. പിന്നെ അഞ്ചാലുമൂട് ലൈവിന്റെ ഒരു നമ്മള് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സന്ദേശം, ഓണ സന്ദേശമോ അങ്ങനെ എന്തെങ്കിലും? സന്ദേശമൊന്നുമില്ല. ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കാൻ കാരണം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരത്തിൽ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് എത്തിയതുകൊണ്ടാണല്ലോ. അപ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് പ്രതിഭകൾ നമ്മുടെ നാട്ടിൽ ഇനിയുണ്ട്. അവരൊക്കെ ഇന്നിപ്പോ നിങ്ങൾക്ക് സംസാരിക്കുവാൻ ഇത്തരത്തിലുള്ള മീഡിയാസ് ഉണ്ട്. എന്റെ സമയത്ത് മീഡിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഈ കുഗ്രാമത്തിൽ നിന്ന് കൈരളിയിലേക്ക് വേഷ്യാനിലേക്കൊക്കെ ചാടി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് തന്നെയാണ് അവിടെ എത്തുക എന്ന് വെച്ചാൽ. പിന്നെ നമുക്ക് ആ സമയത്ത് കിട്ടിയ കോളേജിന്റെ ഫാറ്റിമ കോളേജിന്റെ എക്സ്പോഷർ കിട്ടി, പിന്നെ എറണാകുളത്തിന്റെ എക്സ്പോഷർ കിട്ടി. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ്. ഭാര്യ അവിടെ എറണാകുളത്ത് ഒരു ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ടീച്ചറാണ്. മോള് പാട്ടുകാരി തന്നെയാണ്. ബാൻഡ് ഉണ്ട് സ്വന്തമായിട്ട്. എൻജോയ് ലൈവ് എന്നാണ് കൊച്ചി പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിചയപ്പെട്ടതിലും സംസാരിച്ചതിലും തീർച്ചയായിട്ടും പ്രിയപ്പെട്ട അഞ്ചാലുമൂട് ലൈവിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണത്തിന്റെ ആശംസകൾ നേരുന്നു. തീർച്ചയായിട്ടും നല്ല പ്രതിഭകൾ ഇനിയും നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്നു വരട്ടെ. നമ്മുടെ പേര് നാട് മുഴുവൻ അറിയാൻ കഴിയട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കലും കൂടെ ആശംസ.